നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കാട്ടുപോത്തുകൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവ്. കുളത്തൂപ്പുഴ ശംഖലി വനമേഖലയിൽ നിന്നുമാണ് കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിലെത്തുന്നത്. ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. സ്വർണ്ണവില സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിൽ. പവന് 520 രൂപ വർദ്ധിച്ചു. 4 ദിവസത്തിനുള്ളിൽ പവന് 1360 രൂപയുടെ വർധനവ്. കെ.എം. മാണിയുടെ സ്മരണയ്ക്കായി കേരള കോൺഗ്രസ് എം പത്തനാപുരത്ത് വീട് നിർമ്മിച്ചു നൽകി. കോക്കാട് പ്രിൻസ് രാജനാണ് വീട് നൽകിയത്. ജോസ് കെ മാണി എം.പി. താക്കോൽ കൈമാറി. വിശദമായ വാർത്തകളിലേക്ക്. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വേമ്പനാട്ടുകായലിൽ പുന്നമടയിലെ നെട്ടായം ശനിയാഴ്ച ഉണരും. ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്നത്. കായലിന്റെ 1150 മീറ്റർ നീളത്തിൽ 4 ടാക്കുകളിലായി ചാലുകീറി വെള്ളത്തിലെ കരിവീരന്മാർ കുതിച്ചുപായും. രാവിലെ 11 മുതലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇത്തവണ 21 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ചുരുളൻ വിഭാഗത്തിൽ 3-ഉം, ഇരുട്ടുകുത്തി എ വിഭാഗത്തിൽ 5-ഉം, ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ 18-ഉം, ഇരുട്ടുകുത്തി സി വിഭാഗത്തിൽ 14-ഉം, വെപ്പ് എ വിഭാഗത്തിൽ 5-ഉം, വെപ്പ് ബി വിഭാഗത്തിൽ 3-ഉം, തെക്കനോടി തറ വിഭാഗത്തിൽ 2-ഉം, തെക്കനോടി കെട്ട് വിഭാഗത്തിൽ 4-ഉം ഉൾപ്പെടെ ആകെ 75 യാനങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 2-ന് ജലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. സിംബാബ്വെ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി പങ്കെടുക്കും. രാവിലെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും ചെറുവള്ളങ്ങളുടെ ഫൈനലും നടക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ വൈകിട്ട് 4-നാണ്. മികച്ച സമയം കുറിക്കുന്ന 4 ചുണ്ടൻ വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനലിൽ പോരാടുക. വള്ളങ്ങൾ ഫിനിഷ് ചെയ്ത സമയം മില്ലി സെക്കൻഡ് വരെ രേഖപ്പെടുത്തും. ഒന്നിലേറെ വള്ളങ്ങൾ ഒരേ സമയം കുറിച്ചാൽ നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കും. വള്ളംകളി പ്രമാണിച്ച് കൂടുതൽ ബസ്, ബോട്ട് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നീണ്ടകര പരിമണത്ത് പെഡസ്ട്രൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സംഗമം നടത്തി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66-ൽ നീണ്ടകര പരിമണം ജംഗ്ഷനിൽ പെഡസ്ട്രൽ അടിപ്പാത അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. നീണ്ടകരയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് പരിമണം. പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകളും ആശുപത്രികളും ക്ഷേത്രവും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഈ ഭാഗത്ത് പെഡസ്ട്രൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയരുന്നുണ്ട്. ഈ ആവശ്യം ചൂണ്ടിക്കാട്ടി സംയുക്ത സമരസമിതി സമരരംഗത്താണ്. പെഡസ്ട്രൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് പരിമണത്ത് സംയുക്ത സമരസമിതി പ്രതിഷേധ സംഗമം നടത്തിയത്. എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട സമരത്തോടും 100% ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പാർലമെന്റ് അംഗമെന്ന നിലയിൽ തീർച്ചയായും ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഈ സമ്മേളനത്തിൽ ഉറപ്പു നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാങ്കേതികമാണ് പ്രശ്നം. സാങ്കേതികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ശ്രീ രാജീവൻ സാങ്കേതിക പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും ഈ സമരം ആരംഭിക്കുന്നതിനുണ്ടായ കാലതാമസത്തിന് ആധാരമായ കാരണവും ഒക്കെ വളരെ ഭംഗിയായി കുറിച്ചു വെച്ച് കൊണ്ടുവന്നിട്ടാണ് വിശദമായി ഇവിടെ പ്രതിപാദിച്ചത്. ആ വിഷയത്തോടൊന്നും വിയോജിപ്പില്ല. ഇതിന്റെ ഒരു അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാർഗറ്റഡ് വർക്ക് വളരെ വ്യക്തമായി കൃത്യമായി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇത് നിരന്തരമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥരുമായിട്ടും നിരന്തരമായി വിലയിരുത്തുകയും കേന്ദ്ര ഗവൺമെന്റ് ഇനിയും ഈ കാര്യത്തിൽ ഇങ്ങനെ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കർക്കശമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്.
ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മുഖ്യ പ്രഭാഷണം നടത്തി. ഈ പഞ്ചായത്തിലെ നല്ല ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ എത്തിപ്പെടേണ്ട ഒരു പ്രദേശമാണ്. കാരണം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധികാരങ്ങൾ എല്ലാം നിൽക്കുന്ന, ഓഫീസുകളെല്ലാം നിൽക്കുന്ന ഒരു കേന്ദ്രം എന്നുള്ള രീതിയിലും ഒക്കെ തന്നെ വളരെ പ്രമുഖ സ്ഥാനമാണുള്ളത്. ഇതിനെല്ലാം അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടി വരും. എന്തായാലും നമ്മുടെ സമരം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ നേടുന്നതിന് മതിയായി നമ്മൾ ആഗ്രഹിക്കുകയും മതിയായി ഇതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഈ പ്രകൃതി തന്നെ ഒരുക്കി തരും എന്നാണ് പറയുന്നത്. ആ രീതിയിലേക്ക് ഇവിടെയും ഒരു പെഡസ്ട്രിയൻ അണ്ടർപാസ് എന്ന വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം തീർച്ചയായിട്ടും അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. സമരസമിതി ചെയർമാൻ S. ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൺവീനർ G. രാജീവൻപിള്ള സ്വാഗതം പറഞ്ഞു. നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജീവൻ, V. ബേബിരാജൻ, സേതുലക്ഷ്മി, രജനി, ശരത് കുമാർ, അഡ്വക്കേറ്റ് സേതുനാഥപിള്ള, ലതീശൻ K, വേദവ്യാസൻ, U. പുഷ്പരാജൻ, S. മന്മഥൻ, സാബു, വരദരാജൻ, ഗോപാലകൃഷ്ണപിള്ള P, U. രാജു, K. ബാബു, B. പ്രദീപ്, D. ജയകുമാർ, സന്തോഷ് കുമാർ G എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനാഘോഷം ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചു. KPMS കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷം നടത്തിയത്. പ്രണാമം 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 ശ്രീമദ് അയ്യങ്കാളി ജയ, പ്രണാമം മഹാത്മാ, പ്രണാമം യുഗാത്മാ. മഹാത്മാ അയ്യൻകാളിയുടെ 162ാമത് ജന്മദിനാഘോഷമാണ് KPMS കുന്നത്തൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ നടത്തിയത്. ജയന്തി ആഘോഷങ്ങൾ കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ആ ജനവിഭാഗത്തെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് വളർത്തിയെടുക്കാൻ കാളി എന്ന നാമകരണത്തിൽ അറിയപ്പെടുന്ന മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്ന് ഇങ്ങനെ നമ്മുടെ കസേരകളിൽ വന്നിരിക്കാനും മൈക്രോഫോണിന്റെ മുന്നിൽ വന്ന് സംസാരിക്കാനും അവസരം ലഭിച്ചിട്ടുള്ളതും മഹാത്മാ അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ട് മാത്രമാണ്. ആരാധനാലയങ്ങളിൽ പോയി ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഘട്ടം, ദാഹിക്കുന്നു അല്പം അയലത്തുകാരന്റെ കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കുടിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയില്ല. യൂണിയൻ പ്രസിഡന്റ് വട്ടവിള രമേശൻ അധ്യക്ഷത വഹിച്ചു. TN ശിവദാസൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ഗീത, M. രജനി, രാജീവ് പ്രസാദ്, ഉല്ലാസ് കോവൂർ, T. അനിൽ, K. സജികുമാർ, K. മധു, റിജി ആരണ്യകം, N. സത്യൻ, D. രാധാകൃഷ്ണൻ, R. രാജൻ, K. പ്രസന്നൻ, ശ്രീനിവാസൻ, V. രാധാകൃഷ്ണൻ ചിത്തിര, B. സജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സ്വർണ്ണവില സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിൽ. പവന് 520 രൂപയാണ് വർദ്ധിച്ചത്. ഓഗസ്റ്റ് 8-ന് രേഖപ്പെടുത്തിയ അതേ റെക്കോർഡിലേക്കാണ് വെള്ളിയാഴ്ച സ്വർണ്ണവില എത്തിയത്. 4 ദിവസത്തിനുള്ളിൽ പവന് 1360 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. സ്വർണ്ണവില കേരളത്തിൽ വീണ്ടും റെക്കോർഡ് ഉയരത്തിലെത്തി. പവന് 520 രൂപ ഉയർന്ന് 75,760 രൂപയായി. ഗ്രാമിന് 65 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 8-ന് രേഖപ്പെടുത്തിയ അതേ റെക്കോർഡിലേക്കാണ് വെള്ളിയാഴ്ച വില വീണ്ടും തിരിച്ചെത്തിയത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ മാത്രം ഗ്രാമിന് 170 രൂപയും പവന് 1360 രൂപയുമാണ് വർദ്ധിച്ചത്. 3% GSTയും 53.10 രൂപ ഹോൾമാർക്ക് ചാർജും 3 മുതൽ 35% വരെ പണിക്കൂലിയും കൂടി ചേരുമ്പോൾ വിലവർധനയുടെ ഭാരം ഇതിലും ഏറെയാണ് എന്നത് ഉപഭോക്താക്കളെ വലയ്ക്കും. സംസ്ഥാനത്ത് 18 ക്യാരറ്റ് സ്വർണ്ണവില വെള്ളിയാഴ്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയരത്തിലെത്തി. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് വില 7,830 രൂപയായി. അതേസമയം ഒരു വിഭാഗം വ്യാപാരികൾ 55 രൂപ ഉയർത്തി 7,775 രൂപയിലാണ് 18 ക്യാരറ്റ് സ്വർണം വ്യാപാരം ചെയ്യുന്നത്. 14 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 6,055 രൂപയും 9 ക്യാരറ്റ് വില 35 രൂപ ഉയർന്ന് 3,915 രൂപയുമായി. US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന് മേൽ തന്റെ സ്വാധീനം ശക്തമാക്കാനുള്ള ട്രംപിന്റെ നടപടികളാണ് സ്വർണ്ണവിലയുടെ കുതിപ്പിന് പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാമസന്ധ്യ സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കുണ്ടറയിൽ നടത്തി. PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നവോത്ഥാന പോരാട്ടത്തിന് ശിലപാകിയത് മഹാത്മാ അയ്യങ്കാളിയാണെന്ന് MLA പറഞ്ഞു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വില്ലുവണ്ടി യാത്രയും വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി നടത്തിയ കാർഷിക വിപ്ലവ സമരവുമാണ്
കേരളത്തിൽ നവോത്ഥാന പോരാട്ടത്തിന് ശിലപാകിയതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ് MLA അഭിപ്രായപ്പെട്ടു. ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗ്രാമസന്ധ്യയുടെ ജില്ലാതല ഉദ്ഘാടനം കുണ്ടറയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മാത്രമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് പാലക്കാട്. ഇന്ത്യയിൽ ആദ്യം. അവിടെ 100 സീറ്റ് ഉണ്ട്. സാധാരണ മെഡിക്കൽ കോളേജുകളിലെല്ലാം 100 സീറ്റ് ഉണ്ട്. അതിലെ എത്ര സീറ്റാണ് പട്ടികജാതി സംവരണം? 10 സീറ്റ് അല്ലേ? ബാക്കി ജനറൽ വിഭാഗത്തിനാണ്. സ്വാഗത സംഘം ചെയർമാൻ G. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകയും MLAയുടെ സഹായത്താൽ അവിടെ 36 ലക്ഷം രൂപയുടെ പദ്ധതി പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് നടത്തുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാകും. അതുപോലെ നമ്മളിവിടെ ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് ഒരു കുടിവെള്ള പദ്ധതി കഠിനാവൈക പ്രദേശത്ത് പദ്ധതി ഫണ്ട് അനുവദിച്ചെങ്കിലും അതിൻ്റെ തുടർ നടപടികൾ വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പറുടെ കാലത്തായിരുന്നു. ഇന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ്. ആ വിഷയം MLA കണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ MLA അത് നിയമസഭയിൽ അത് ഉന്നയിക്കുകയും അത് പഞ്ചായത്ത് ഭരണസമിതിയാണ് അക്കാര്യം ചെയ്യേണ്ടതെന്ന് MLAക്ക് അത് മറുപടി വരികയും ചെയ്തു. ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി. കുരിപ്പള്ളി സലീം, K. ബാബുരാജൻ, G. വിനോദ് കുമാർ, N. പത്മലോചനൻ, N. ബൈജു, കരവാളൂർ സോമൻ, G. ലൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ആശാവർക്കർ ശ്രീജ, തിരുവോണം സംഘകൃഷി യൂണിറ്റിലെ അംഗങ്ങളായ ഗീത, ശാന്ത, രമണി, കുഞ്ഞുമോൾ എന്നിവരെ PC വിശ്വനാഥ് MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഗ്രാമോത്സവവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് ADSന്റെ നേതൃത്വത്തിലാണ് ഗ്രാമോത്സവവും ഓണാഘോഷവും നടത്തിയത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിലാണ് ADS വാർഷികവും ഗ്രാമോത്സവവും ഓണാഘോഷവും മുതിർന്ന പൗരന്മാരെ ആദരിക്കലും സംഘടിപ്പിച്ചത്. പുള്ളിക്കണക്ക് അഴകിയകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഓണം എന്ന് പറയുന്നത് നന്മയുടെ ഉത്സവം, മനുഷ്യനെ സ്നേഹിക്കുന്ന സന്ദേശമാണ്. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ള സന്ദേശം. ലോകത്തൊരു സ്ഥലത്തും ഇതുപോലെ ഒരു ആഘോഷമുണ്ടാവും എന്നെനിക്ക് സംശയം. എല്ലാവരുടെയും ആഘോഷമാണ്. സ്വന്തമായിട്ടുള്ള ആഘോഷമായിട്ട് അതിനെ എടുക്കും. അത് കേരളത്തിന്റെ സന്ദേശമാണ്, മലയാളിയുടെ സന്ദേശമാണ്, നന്മയുടെ സന്ദേശമാണ്. അതൊരു ഭരണാധികാരിയുടെ നന്മയുടെ സന്ദേശമാണ്. എങ്ങനെയായിരിക്കണം ഒരു ഭരണാധികാരി എന്നുള്ള ഒരു ഉദാഹരണമാണത്. എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലുള്ള ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശം. ആ സന്ദേശം നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിച്ച ഇവിടുത്തെ പാറയിൽ രാധാകൃഷ്ണൻ വർഷങ്ങളായിട്ട് സംഘടനാപരമായിട്ട് അറിയാവുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരേത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പാറയിൽ രാധാകൃഷ്ണൻ, BJP ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി, KPCC സെക്രട്ടറി N. രവി, മഠത്തിൽ ബിജു, ശരത് കുമാർ പാട്ടത്തിൽ, ശ്രീലത ജ്യോതികുമാർ, പ്രമോദ് അന്തിക്കാട്ട്, സ്വപ്ന മോഹൻ, ദീപ അജിത, ലതിക, ഡോക്ടർ കൃഷ്ണദാസ് എന്നിവർ പങ്കെടുത്തു. കലാപരിപാടികളിൽ വിജയികളായവർക്ക് പഞ്ചായത്ത് അംഗം പാറയിൽ രാധാകൃഷ്ണൻ സമ്മാനങ്ങൾ നൽകി. ഗ്രാമോത്സവം സംഘടിപ്പിക്കണം. അങ്ങനെ ആ ആഗ്രഹം ഇന്നിവിടെ സാധ്യതാപ്രായത്തിലെത്തിയിരിക്കുകയാണ്. ഞാൻ ഒരു കേന്ദ്രമന്ത്രി തന്നെ ഈ വാർഡിലെ ഈ കാര്യത്തിൽ ഉദ്ഘാടനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചത്. ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ ഭൂരിപക്ഷവും നടന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഇവിടെ ഇരിക്കാൻ എൻ്റെ മുന്നിലുള്ള സഹോദരിമാർക്കറിയാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 10 റോഡുകൾ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. 6 ഇപ്പോൾ ചെയ്യാൻ പോയി. അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് 5-6 ഓടകൾ അത് പ്രോജക്റ്റുകളായിട്ട്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഓച്ചിറയിൽ ജനസമ്പർക്ക പരിപാടി നടത്തി. അയ്യങ്കാളി സാംസ്കാരിക മഹാസഭയാണ് ജനസമ്പർക്ക പരിപാടി നടത്തിയത്. അയ്യൻകാളി സാംസ്കാരിക മഹാസഭയുടെ നേതൃത്വത്തിലാണ് ഓച്ചിറയിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത്. അയ്യൻകാളി ജയന്തിയുടെ ഭാഗമായായിരുന്നു പരിപാടി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ പേരും പ്രസക്തിയുമുള്ള
തെളിഞ്ഞ മുഖമായി മഹാത്മാ അയ്യങ്കാളി മാറും. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. തൊടിയൂർ കുട്ടപ്പൻ സ്വാഗതം പറഞ്ഞു. മാലിമേൽ സുരേഷ്, സുശീലൻ നവഭാവന, സരസ്വതി, രാജൻ, ഷീജ, ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പേരയം പടപ്പക്കര ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം നടത്തി. സ്കൂളമ്മയ്ക്ക് ഒരു ഓണപ്പുടവ പരിപാടിയുടെ ഭാഗമായി സ്കൂളിലെ പാചക തൊഴിലാളി യമുനയ്ക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. പടപ്പക്കര ഗവൺമെന്റ് LP സ്കൂളിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ പാചക തൊഴിലാളി യമുനയ്ക്ക് ഓണപ്പുടവ സമ്മാനിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും പങ്കെടുത്ത ഓണസദ്യയും നടന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പൂക്കളം, ഓണക്കളികൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, B സ്റ്റാഫോർഡ്, ഷാൻകുമാർ, ശ്രുതി, പ്രഥമാധ്യാപകൻ J ബിജു, മിനിമോൾ, റീജ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കാട്ടുപോത്തുകൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവാകുന്നു. കുളത്തൂപ്പുഴ ശംഖലി വനമേഖലയിൽ നിന്നുമാണ് പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ ചോഴിയക്കോട് മിൽപ്പാലം പ്രദേശത്ത് കാട്ടുപോത്തുകൾ എത്തുന്നത്. ഇവയുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കുളത്തൂപ്പുഴ ശംഖിലി വനമേഖലയിൽ നിന്ന് കല്ലടയാറും ചെറുതോടും കടന്നാണ് പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ കാട്ടുപോത്തുകളുടെ കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം നിവാസികൾക്ക് ഇത് ഏറെ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കാട്ടുപോത്തുകളെ അമർച്ച ചെയ്യാൻ വനംവകുപ്പിനും കഴിയുന്നില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാട്ടുപോത്തിന്റെ ആക്രമണം മൂലം നിരവധി അപകടങ്ങളാണ് പ്രദേശത്തുണ്ടായത്. ചോഴിയക്കോട് മിൽപ്പാലം ഭാഗത്ത് മിൽപ്പാലം റോഡിൻ്റെ സൈഡിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ പകൽ സമയത്ത് പോലും കാട്ടുപോത്ത് കൂട്ടത്തോടെ ഇറങ്ങി നിൽക്കുകയാണ്. ഇതുവഴിയാണ് ഇപ്പോൾ സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം പോകാനുള്ളത്. നേരത്തെ മുൻകാലങ്ങളിൽ രാത്രി സമയങ്ങളിൽ ഇപ്പോൾ നട്ടാ പകൽ ഇറങ്ങി നിൽക്കുന്നവരാണ്. യാതൊരു നിയമ നടപടികളും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇവിടെ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഫോറസ്റ്റുകാരും ഭരണാധികാരും പറഞ്ഞെങ്കിലും യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കും കുട്ടികൾക്കും ഭയങ്കര ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് ഈ കാട്ടുപോത്ത്. MLA വന്നായിരുന്നു അവിടെ? MLA വന്നായിരുന്നു. MLA എന്താണ് പറഞ്ഞത്? MLA വന്ന് MLAയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് ഇവിടെ ആന ട്രഞ്ച് എടുക്കും, ഉടനെ തന്നെ ഇതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞ് യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആന ട്രഞ്ചും വന്നിട്ടില്ല, ഇവിടെ സോളാർ വേലിയും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. പിന്നെ അവരാരും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വേണ്ട വനംവകുപ്പിന്റെ പദ്ധതികളെല്ലാം കടലാസിലൊതുങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ട് കാട്ടുപോത്തുകൂട്ടം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തമ്പടിച്ചിരുന്നു. ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോയത്. വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് ആനക്കിടങ്ങോ സൗരോർജ്ജ വേലിയോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഓണക്കാലത്തെ വേറിട്ട കാഴ്ചയായി സ്കൂളങ്ങാടി. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, അലങ്കാര വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവയും വിഷരഹിത ഭക്ഷ്യവസ്തുക്കളുമാണ് അങ്ങാടിയിലുണ്ടായിരുന്നത്. LED ലൈറ്റുകൾ ഉൾപ്പെടെ സ്കൂളങ്ങാടിയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നു. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലാണ് സ്കൂളങ്ങാടി ഒരുക്കിയത്. ഞങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ച LED ബൾബിനെ കുറിച്ചുള്ള ഉപയോഗങ്ങളും കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികൾ LED ബൾബുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. വിൽപ്പനയ്ക്ക് മാത്രമല്ല ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നത്. ഊർജ്ജ പ്രതിസന്ധിക്ക് എതിരെയുള്ള ശബ്ദമാണ് ഞങ്ങളുടെ LED ബൾബുകൾ. ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും ഉൾപ്പെടെ നിരത്തിവെച്ചിരിക്കുന്നു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ് ഇവയെല്ലാം. ഇതോടൊപ്പം LED ലൈറ്റുകളുമുണ്ട്. ഇതും പഠന പ്രവർത്തനമായി നിർമ്മിച്ചതാണ്. സ്കൂളിലെ ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് ഇവയുടെ പ്രദർശനവും ഒപ്പം വിൽപ്പനയും നടത്തിയത്. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ ഓണാഘോഷമായിരുന്നു വേദി. ഇവിടെയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ അങ്ങാടി ഒരുക്കിയത്. അങ്ങാടിയിൽ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും മാത്രമായിരുന്നില്ല, വിഷരഹിതമായ ഭക്ഷ്യവസ്തുക്കളും ഏറെ ഉണ്ടായിരുന്നു. നാടൻ പലഹാരങ്ങളും അച്ചാറുകളും വിദ്യാർത്ഥികൾ തങ്ങളുടേതാക്കി ഇവിടെ വിൽപ്പനയ്ക്കെത്തിച്ചു. ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയാണ്. ഇത് മാത്രമല്ല, ഇങ്ങനെ
വിദ്യാർത്ഥികളിലെ സംരംഭകരെ കണ്ടെത്തുന്ന തരത്തിലായിരുന്നു സ്കൂൾ അങ്ങാടി ഒരുക്കിയിരുന്നത്. മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് സ്കൂൾ അങ്ങാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്ക് അവാർഡും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ചവറ കോവിൽത്തോട്ടം ലൂർദ് മാതാ സെൻട്രൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണവില്ല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ കോവിൽത്തോട്ടം ലൂർദ് മാതാ സെൻട്രൽ സ്കൂളിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓണവില്ല് എന്ന പേരിലായിരുന്നു പരിപാടി. വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. തിരുവാതിര, കൈകൊട്ടിക്കളി മത്സരങ്ങളും നടന്നു. കുരുവികൾ പാടും പാട്ടുകൾ തൻ താളം തുള്ളും വയലുകളിൽ ഊഞ്ഞാലാടും തുമ്പികൾ തൻ മുത്തം വാങ്ങും തുമ്പകളോ തളിരുകളോ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി വിതരണം ചെയ്ത് വേറിട്ട ഓണാഘോഷം. ഓച്ചിറ മടത്തിൽ കാരാൺമ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഓണക്കോടി നൽകിയത്. വിവിധ കലാപരിപാടികളും നടന്നു. ഓണസദ്യയും ഒരുക്കി. ഓച്ചിറ മടത്തിൽ കാരാൺമ ഗവൺമെന്റ് LP സ്കൂളിലാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓണക്കോടി സമ്മാനമായി നൽകിയത്. സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഓണക്കോടികൾ നൽകിയത്. ഓണസദ്യയും ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. CR മഹേഷ് MLA ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂൾ BS വിനോദി വാർഡിലെ നേരത്തെ മെമ്പറായിരുന്നു. അങ്ങനെ ഒരാളിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികൾക്കും ഓണപ്പുടവ കൊടുക്കുന്നത് ആദ്യത്തെ ഒരു സംഭവമായിരിക്കും. അതിന് അദ്ദേഹത്തിനോട് സ്കൂളിലെ അച്ഛൻ ഉൾപ്പെടെയുള്ള അധ്യാപകരോട് ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഈ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പറയുന്നത് പോലെ 50 കുട്ടികളെ ഉള്ളൂ. 53 കുട്ടികളാണ്. അത് പോരാ. അപ്പം ഞാൻ നമ്മുടെ സതീഷിനോട് പറയുകയായിരുന്നു, ഉടൻ തന്നെ സ്കൂൾ വികസന സമിതി വിളിച്ച് ചേർത്ത് ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും കൂടി വീടുകളിൽ കയറി ഈ സ്കൂളിൻ്റെ പാരമ്പര്യം ഒരു സ്മാരകം പോലെ ഭാവിയിലെ കുഞ്ഞുങ്ങൾക്ക്. പഞ്ചായത്ത് അംഗം മാളു സതീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ BS വിനോദ, പ്രഥമാധ്യാപിക ബിന്ദു, SMC ചെയർമാൻ ഷീബ, കയ്യാലത്തറ ഹരിദാസ്, സതീഷ് പള്ളിയമ്പിൽ, ഹീര, രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കാരുണ്യ ഭവനത്തിന്റെ താക്കോൽ കൈമാറി. KM മാണിയുടെ സ്മരണയ്ക്കായി കേരള കോൺഗ്രസ് M പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച വീടിന്റെ താക്കോലാണ് കൈമാറിയത്. കോക്കാട് പ്രിൻസ് രാജനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. KM മാണിയുടെ സ്മരണയ്ക്കായി കേരള കോൺഗ്രസ് M സംസ്ഥാന വ്യാപകമായി നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവന പദ്ധതിയുടെ ഭാഗമായാണ് പത്തനാപുരം കോക്കാട് പ്രിൻസ് രാജന് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി MP കൈമാറി. കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ ജില്ലയിലും പറ്റുന്നിടത്തോളം നിയമസഭാ മണ്ഡലങ്ങളിലും മാണി സാറിന്റെ ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് KM മാണി കാരുണ്യ ഭവനം നിർമ്മിക്കുവാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആറന്മുളയിൽ ചെയ്തു, നമ്മൾ റാന്നിയിൽ പൂർത്തീകരിച്ചു. എല്ലാ സ്ഥലങ്ങളും കാസർഗോഡ് തൊട്ട് നമ്മൾ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ചെയ്തു വരികയാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഒരു സന്ദേശമുണ്ട്.
ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാണി സാറ് കഴിഞ്ഞ 53 വർഷം പാലാ നിയമസഭാ മണ്ഡലത്തിൽ പ്രതിദാനം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ, നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വികസനം മാത്രമല്ല. പക്ഷെ ആ പ്രവർത്തനത്തിൽ എപ്പോഴും കരുതലും കാരുണ്യവും ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റുകൾ എടുത്തു നോക്കിയാൽ അദ്ദേഹം അവതരിപ്പിച്ച 13 ബഡ്ജറ്റുകളിലും ആ ബഡ്ജറ്റുകളിൽ ഓരോ ബഡ്ജറ്റുകളും ഓരോ തരത്തിലുള്ള ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ കാരുണ്യ പദ്ധതി എടുത്താലും, ഇന്ന് പല വേതനങ്ങൾ എടുത്താലും, കർഷക തൊഴിലാളി വേതനമെടുത്താലും 1980 ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബെന്നി കക്കാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം അറയ്ക്കൽ ബാലകൃഷ്ണപിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. ജോൺ പി കരിക്കം, സജി ജോൺ കുറ്റിയിൽ, മുഹമ്മദ് കാസിം, VM മോഹനൻപിള്ള, ആദിക്കാട് മനോജ്, VI സാംകുട്ടി, അനിൽ പട്ടാജി, ജോസഫ് മാത്യു, ജോസ് ഏറത്ത്, മാത്യു സാം, റിജി ചെങ്കിലാത്ത്, PV ബഷീർ, എബി എബ്രഹാം, അഡ്വക്കേറ്റ് എൽ തോമസ്, TK മുരളീധരൻ, ജോയി തോമസ്, രാജു മാത്യു, തോമസ് കുളമാങ്കുഴി, ബെന്നി തോമസ്, റെജി കിണത്തിൻകര, ഷിഫാന നൌഷാദ്, ലിജി വിൽസൺ, സുജാത രാജു, KY സുനറ്റ്, ആഷിഖ് പള്ളിമുക്ക്, ഷെബീർ ഷാ, പുന്നല സലീം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കാട്ടുപോത്തുകൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവ്. കുളത്തൂപ്പുഴ ശംഖലി വനമേഖലയിൽ നിന്നുമാണ് കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിലെത്തുന്നത്. ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ പ്രദേശവാസികൾ. സ്വർണ്ണവില സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിൽ. പവന് 520 രൂപ വർദ്ധിച്ചു. 4 ദിവസത്തിനുള്ളിൽ പവന് 1360 രൂപയുടെ വർധനവ്. KM മാണിയുടെ സ്മരണയ്ക്കായി കേരള കോൺഗ്രസ് എം പത്തനാപുരത്ത് വീട് നിർമ്മിച്ചു നൽകി. കോക്കാട് പ്രിൻസ് രാജനാണ് വീട് നൽകിയത്. ജോസ് കെ മാണി MP താക്കോൽ കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.